കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്കാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ BSOC 109 പേപ്പറാണ്. സോ BSOC 109 എന്ന് പറയുന്ന പേപ്പർ സോഷ്യോളജി ഓഫ് കിൻഷിപ്പിന്റെ പേപ്പറാണ്. ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ടേം എക്സാമിനേഷൻസ് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിലബസിനെ പറ്റി ഒരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടും സ്ട്രാറ്റജിക് ആയിട്ടും മനസ്സിലാക്കാനും കൂടുതൽ നന്നായിട്ട് എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇഗ്നോ ഫോക്കസ് 3.0 സെക്ഷൻ ലേൺവൈസ് നിങ്ങൾക്കായിട്ട് തരുന്നത്. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ചസ് നോക്കുന്ന സമയത്ത് ഒരു എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷൻ ടൂൾ പ്രാക്ടീസ് ചെയ്യാനും സിലബസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ പറയുന്ന ഇഗ്നോ ഫോക്കസ് 3.0 ഈ ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡോക്യുമെന്റ് സ്ട്രക്ചറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് നോക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ്സ് മെത്തഡോളജി ഒക്കെ എങ്ങനെ മനസ്സിലാക്കി പഠിക്കണം, എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതും അതേപോലെ തന്നെ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ കണ്ടക്ച്വൽ റെലവൻസ് എന്താണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് വരുന്ന സമയത്ത് ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. ബ്ലോക്ക് വൈസ് നോക്കുന്നുണ്ട്, യൂണിറ്റ് വൈസ് നോക്കുന്നുണ്ട്, ടോപ്പിക് വൈസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കിൻഷിപ്പ് ടെർമിനോളജീസ്, ഡിസൈൻ തിയറീസ്, കൾച്ചറൽ അപ്രോച്ചസ് ഓഫ് കിൻഷിപ്പ്, ഇതൊക്കെ റീസെന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് പാർട്ട് ഉണ്ട്. ആ പാർട്ടിലേക്ക് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2024 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ കിൻഷിപ്പ്, കൾച്ചറൽ റീഇന്റർപ്രിറ്റേഷൻ ഓഫ് ഫാമിലി, ഇതുപോലുള്ള ടോപ്പിക്സുകൾ വീണ്ടും വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകളാണ്. അതേപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് 2024 ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു മോഡൽ പേപ്പർ ആയിട്ട് നമ്മൾ തരുന്നതാണ്. ഇനി മോഡൽ പേപ്പറും അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയം എങ്ങനെയാണ്, ഇഗ്നോന്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അതിന്റെ ഇവാലുവേറ്റിംഗ് ക്രൈറ്റീരിയ എങ്ങനെയാണ്, സ്ട്രക്ചറിങ് എങ്ങനെയാണ്, ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് എങ്ങനെ എഴുതണം, ഇൻഡെപ്ത് ആയിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഡേറ്റ ഡ്രിവൺ മെത്തഡോളജി നോക്കുന്ന സമയത്ത് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ്, ഹൈ ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട്, ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രെഡിക്റ്റീവ് മോഡലിംഗ്, അതായത് ഒരു ഫോർകാസ്റ്റിംഗ് ആണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ്സുകൾ വെച്ചിട്ടും എക്സ്പേർട്ടിൽ ജഡ്ജ്മെന്റുകൾ നോക്കിയിട്ടുമാണ് പ്രെഡിക്റ്റീവ് മോഡലിംഗ് തരുന്നത്. സോ അത് നിങ്ങളുടെ എക്സാമിനേഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനും നിങ്ങളുടെ ടൈം മിനിമൈസ് ചെയ്തിട്ട് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് ആണ്. കാരണം മോഡൽ ആൻസേഴ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിന് ഒരു ഹയർ സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് വെച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരുന്നുണ്ട്. BSOC 109 അപ്രോച്ചസ് നമ്മൾ നോക്കുന്ന സമയത്ത് കിൻഷിപ്പ് ടേംസ്, മാരേജ്, ഫാമിലി സ്ട്രക്ചർ, എമർജിംഗ് ആയിട്ടുള്ള കിൻഷിപ്പ് പാരഡിജംസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി എൻകറേജിംഗ് സക്സസ് നോക്കുന്ന സമയത്ത് BSOC 109 പ്രിപ്പറേഷൻ ടൈമിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ് ഈ ഇഗ്നോ ഫോക്കസ് 3.0 സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റെലവൻസ് നോക്കുന്ന സമയത്ത് BSOC 109 സിലബസ് മാപ്പിംഗ് എക്സാം റെലവൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ആണ്. ഇതിനകത്ത് അണ്ടർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് സ്റ്റഡീസ്, ഇതിനകത്ത് ലൂയിസ് മോർഗൻ, ഇറാവതി കാർവേ, ജെൻഡർ റിലേഷൻഷിപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഹൈ പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനകത്ത് ബേസിക് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഫാമിലി, മാരേജ്, ഡിസെന്റ് ആൻഡ് അലയൻസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 അപ്രോച്ചസ് ആണ് വരുന്നത്. ഡിസെന്റ് അപ്രോച്ച്, ഇതിനകത്ത് ഡിസെന്റ്, ലീനേജ്, ഗോത്ര, ക്രിട്ടിക്സ് ഓഫ് ഡിസെന്റ് ഹൈ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം 6 തവണ ചോദിച്ചിട്ടുണ്ട്.
ഇനി ബ്ലോക്ക് 2 വരുന്ന അപ്രോച്ച് അലയൻസ്, അതിനകത്ത് മാരേജ് ആസ് ആൻ എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ റൂൾസ് ഓഫ് അലയൻസ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി ബ്ലോക്ക് 3 ഫാമിലി ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ്, ഇതിനകത്ത് ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ, കിൻഷിപ്പ് ഡയമെൻഷൻസ്, നോർത്ത് ആൻഡ് സൗത്ത് വേരിയേഷൻസ്, അതിനകത്ത് ഹൈ പ്രോബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. കാരണം നോർത്ത് ഇന്ത്യൻ കിൻഷിപ്സും സൗത്ത് ഇന്ത്യൻ കിൻഷിപ്പ് വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് വരുന്ന സമയത്ത് കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഡയമെൻഷൻസ്, അതിനകത്ത് കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ്, ജെൻഡർ ഇൻ കിൻഷിപ്പ് സ്റ്റഡീസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി ബ്ലോക്ക് 4 വരുന്നതാണ് റീകാസ്റ്റിംഗ് കിൻഷിപ്പ്, അതിനകത്ത് റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് റിലേഷൻഷിപ്പ്, ഫിക്റ്റീവ് കിൻഷിപ്പ്, അതിനകത്ത് ഫിക്റ്റീവ് കിൻഷിപ്പും ജാനിയസ് ക്രാൻസന്റെ റിലേറ്റഡ്നെസ്സും കോൺസെപ്റ്റ് അത് ലോ പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 4 വരുന്ന റീകാസ്റ്റിംഗ് കിൻഷിപ്പ്, അതിനകത്ത് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് NRT, അതേപോലെ തന്നെ കിൻഷിപ്പ്, അതിന്റെ ടെക്നോളജി, സെറോക്കസി, ന്യൂ ഫാമിലി ഫോംസ്, ഇതൊക്കെ ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സുകളാണ്. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് മാപ്പിംഗ് ടേബിൾ, അതിനകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് സിലബസിന്റെ ഇൻട്രൊഡക്ഷൻ, അപ്രോച്ചസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കുകളാണ്. അതിനകത്ത് ഫാമിലി, ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് ഇതുപോലുള്ള യൂണിറ്റുകളൊക്കെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് സ്റ്റഡീസ് ആൻഡ് ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. ഇതിനെ നമ്മൾ ടോപ്പിക് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡിസെൻഡ്, ലീനേജ്, ഗോത്ര, ജെൻഡർ ഇൻ കിൻഷിപ്പ് സ്റ്റഡീസ്, ഫിക്റ്റീവ് കിൻഷിപ്പ് ഇതുപോലുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കോർ ഏരിയ ടോപ്പിക്കുകളാണ്. ഇനി ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് അതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് കിൻഷിപ്പ് ഡയമെൻഷൻസ്, നോർത്ത് ആൻഡ് സൗത്ത് വേരിയേഷൻസ് 9 തവണ ചോദിച്ചിട്ടുണ്ട്. ലൂയിസ് H. മോർഗൻ, ഇരാവതി കാർവെ, കിൻഷിപ്പ് ആൻഡ് ജെൻഡേഴ്സ് ഇതുപോലുള്ള ടോപ്പിക്സുകൾ 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്കുകളാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് ലെവൽ നോക്കുന്ന സമയത്ത് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉണ്ട്, അതേപോലെ ഫാമിലി ആൻഡ് കിൻഷിപ്പ് അതുപോലുള്ള വേരിയേഷൻസ് ഒക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറയുന്നത് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സുകളുണ്ട്, അതായത് ക്രിറ്റിക്സ് ഓഫ് ഡിസെന്റ് അതുപോലുള്ള ടോപ്പിക്സുകൾ. ഇനി ലോ പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സുകളുണ്ട്, അതായത് ഫിക്റ്റീവ് കിൻഷിപ്പ്, ടെക്നോളജി ഇൻ കിൻഷിപ്പ് പോലുള്ള ടോപ്പിക്സുകൾ. ഇനി അനാലിസിസ് ഓഫ് ഡേറ്റ ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് ഹൈ റെലവൻസ് ഏരിയ ഉണ്ട്. ഹൈ റെലവൻസ് ഏരിയ എന്ന് പറയുന്നത് കിൻഷിപ്പ് വേരിയേഷൻസ്, മാരേജ്, ഡിസെന്റ് ഇതുപോലുള്ള ടോപ്പിക്കുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ഹൈ റെലവന്റ് ഏരിയ ആണ്. ഇനി മോഡറേറ്റ് ആൻഡ് ലോ ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്കുകളുണ്ട്, അതായത് ഫിക്റ്റീവ് കിൻഷിപ്പ്, ടെക്നോളജി ഇൻ കിൻഷിപ്പ് ഇതുപോലുള്ള എന്നൊക്കെ പറയുന്നത് മോഡറേറ്റ് ആൻഡ് ലോ ലെവലിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ. ഇനി നമ്മൾ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് നോക്കുന്നത്. ടേബിൾ ഫോർമാറ്റിൽ നിങ്ങളുടെ സിലബസിന് അനുസരിച്ചിട്ടുള്ള എങ്ങനെയൊക്കെയാണ് അതിന്റെ കീ ഇൻസൈറ്റ്സ് വരുന്നതെന്നുള്ളതും അതേപോലെ തന്നെ ടോപ്പിക്കുകൾ ഏതൊക്കെ ഫ്രീക്വൻസി വരുന്നതെന്നുള്ളതും ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസിനായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്ന സമയത്ത് ഹൈ ഇമ്പോർട്ടൻസ് ഏരിയ ആണ് കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത്. മീഡിയം ടോപ്പിക്സുകൾ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിനകത്ത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ആ സിലബസിന് എന്തെങ്കിലും ഒന്ന് സ്ട്രാറ്റജിക്കലി കവർ ചെയ്തിട്ട് വേണം എക്സാമിനേഷൻ പോകാനായിട്ടുള്ളത്. ഇനി നമ്മൾ കോംപ്രിഹെൻസീവ് എക്സാം മെറ്റീരിയൽ അനാലിസിസ് ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫാമിലി ആൻഡ് കിൻഷിപ്പ്, ഫാമിലി, ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് ഇത് ഒരു 35% വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ട് 30% അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്രോച്ചസിന് 25% ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. റീകാസ്റ്റിംഗ് കിൻഷിപ്പിനകത്ത് 10% ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് നോക്കുന്ന സമയത്ത് എസ്ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. 50% ഓഫ് ക്വസ്റ്റ്യൻസ് എസ്ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 30% ഓഫ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 10% ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് 10% കേസ് സ്റ്റഡീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. Now coming towards the comprehensive exam pattern analysis, question formats ആണ് നമ്മൾ നോക്കുന്ന സമയത്ത് BSOC 109 സോഷ്യോളജി ഓഫ് കിൻഷിപ്പിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് എസ്ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എസ്ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. കിൻഷിപ്പ് സിസ്റ്റംസ്, ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ഇതുപോലുള്ള ടോപ്പിക്സുകളാണ് എസ്ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് വരുന്നത്. അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കോൺസെപ്റ്റും അതിന്റെ ഡിസെന്റ്, മാരേജ് റൂൾസ് ഇതുപോലുള്ളത് കൺസൈസ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ക്രിറ്റിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനകത്ത് അനാലിറ്റിക്കൽ റെസ്പോൺസ് ആണ് കൊടുക്കേണ്ടത് തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് അനുസരിച്ചിട്ട്. ഇതിനകത്ത് ക്രിറ്റിക്സ് ഓഫ് ഡിസൈൻ തിയറി വരുന്നുണ്ട്. ഇനി കേസ് സ്റ്റഡീസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഫാമിലി സ്ട്രക്ചേഴ്സ്, കൾച്ചറൽ വേരിയേഷൻസ് ഇതുപോലുള്ള ടോപ്പിക്കുകൾ വരുന്ന സമയത്ത് കണ്ടംപററി എക്സാമ്പിൾസ് വെച്ചിട്ട് കേസ് സ്റ്റഡീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ശ്രമിക്കും. മാക്സിമം എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം കേസ് സ്റ്റഡി എക്സാമ്പിൾസ് എഴുതാനായിട്ടുള്ളത്.
ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ട്രെൻഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ബേസിക് കോൺസെപ്റ്റ് അതിനകത്ത് ഹെവിലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കിൻഷിപ്പ് സിസ്റ്റംസ് ആൻഡ് ടെർമിനോളജീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അപ്രോച്ചസ് വരുന്ന സമയത്ത് ഡിസെന്റ് ആൻഡ് അലയൻസ് അപ്രോച്ച് അതുപോലുള്ള എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ലെവി സ്ട്രാറ്റസിന്റെതും ലൂയിസ് ഡിമോണ്ടിന്റെ തിയറീസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് മാരേജ് എന്ന് പറഞ്ഞ ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് അതിനകത്ത് സൗത്ത് ആൻഡ് നോർത്ത് കൾച്ചറൽ വേരിയേഷൻസ് ചോദിക്കുന്നുണ്ട്, ഫാമിലി ഫംഗ്ഷൻസ് ചോദിക്കുന്നുണ്ട്, ജെൻഡർ ഡൈനാമിക്സ് വരുന്നുണ്ട്. ഇനി റീകാസ്റ്റിംഗ് കിൻഷിപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് അതിനകത്ത് NRTയും അതേപോലെ 50 കിൻഷിപ്പ് സ്റ്റഡീസിനെ പറ്റിയിട്ടും വരുന്നുണ്ട്. ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സെക്ഷൻസ് അതായത് ബ്ലോക്ക് വൈസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. അതിനകത്ത് ഒരു അലോക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്രോച്ച് ആൻഡ് റീകാസ്റ്റിംഗ് കിൻഷിപ്സ് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് സ്ലൈറ്റ്ലി വളരെ ലോവർ മാർക്സുകളാണ് വരുന്നത് എന്ന് കരുതിയിട്ട് നമുക്കത് വിടാനായിട്ട് പറ്റത്തില്ല. ഒരു മോഡറേറ്റ് എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അപ്രോച്ചസും റീകാസ്റ്റിംഗ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. കൂടുതൽ എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ഫാമിലി സെക്ഷൻസ് തന്നെയാണ്. ഇനി ക്വസ്റ്റൻ ടൈപ്സ് നോക്കുമ്പോൾ എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് 50% ഉള്ള പേപ്പറിന് ഡോമിനേറ്റ് ചെയ്യുന്നത് എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് 30% ആണ് വരുന്നത്. ക്രിട്ടിക്സ് ആൻഡ് കേസ് സ്റ്റഡീസ് 20% ആണ് വരുന്നത്. അതിനകത്ത് അനലിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് എംഫസൈസ് കൊടുത്തിട്ട് വേണം ക്രിട്ടിക്സ് ആൻഡ് കേസ് സ്റ്റഡി ക്വസ്റ്റൻസ് എഴുതാനായിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ആണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇതിനകത്ത് അണ്ടർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് സ്റ്റഡീസ് ഡിസ്കസ് ദ ഇറാവതി കാർവേ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഒരു 20 മാർക്സിന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണത്. ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ്. ഒരു 4 ടൈംസ് ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്രോച്ചസ് അതിനകത്ത് ഡിസെന്റ് അപ്രോച്ച് ക്രിട്ടിക്കലി എക്സാമിൻ ദ ക്രിട്ടിക്സ് ഓഫ് ദ ഡിസെന്റ് തിയറി 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഫാമിലി ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് വരുന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ക്രോസ് ആൻഡ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ. ഇതിനകത്ത് നിന്ന് ഡിസ്ക്രൈബ് ദ കിൻഷിപ്പ് വേരിയേഷൻസ് ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു 25 മാർക്കിനോളം ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഇനി ഫാമിലി ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് നോക്കുന്ന സമയത്ത് കാസ്റ്റ് ക്ലാസ് ജെൻഡർ ഡൈമെൻഷൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി റീകാസ്റ്റിംഗ് കിൻഷിപ്പ് നോക്കുന്ന സമയത്ത് റിലേറ്റീവ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പ് ഇതിനകത്ത് ഡിസ്കസ് ദ ജാനിയറ്റ് കാർസ്റ്റൻ കോൺസ്റ്റന്റ് ഓഫ് റിലേറ്റഡ്നെസ് ഇതൊരു 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി റീകാസ്റ്റിംഗ് കിൻഷിപ്പിനകത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഇതിനകത്ത് ഹൗ ഡസ് ദ ടെക്നോളജി ഇൻഫ്ലുവൻസ് മോഡേൺ കിൻഷിപ്പ് സിസ്റ്റംസ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് 109 സോഷ്യോളജി ഓഫ് കിൻഷിപ്പിന്റെ കീ പാറ്റേൺസും ട്രെൻഡ്സും ആണ് നോക്കുന്നത്. ഇതിനകത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത്. റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്കസ് ഇറാവതി കാർവേ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ ഡിസ്ക്രൈബ് ദ കിൻഷിപ്പ് വേരിയേഷൻ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ മൾട്ടിപ്പിൾ ടൈംസ് ചോദിക്കുന്നുണ്ട്. ഇനി ടോപ്പിക്സ് കിൻഷിപ്പ് തിയറീസിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ഫാമിലി കോൺസെപ്റ്റ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ക്രോസ് കൾച്ചറൽ വേരിയേഷൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇനി ഫ്രീക്വൻസി കൗണ്ട് നോക്കുന്ന സമയത്ത് ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ഇന്ത്യ 6 ടൈംസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് സ്റ്റഡീസ് കാസ്റ്റ് ക്ലാസ് ആൻഡ് ജെൻഡർ ഡയമെൻഷൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാർക്ക് അലോക്കേഷൻ നോക്കുന്ന സമയത്ത് 20 to 25% മാർക്കിനാണ് ചോദിക്കുന്നത്. ഒരു കോംപ്രിഹെൻസീവ് നേച്ചർ ആൻഡ് ഇൻഡെപ്ത് അനാലിസിസ് നമുക്ക് ആൻസറിനെ പറ്റിയിട്ട് എഴുതാനായിട്ട് ഒരു ധാരണ വേണം. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് എക്സാമിനേറ്റും ഒരു ഹയർ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഷോർട്ടർ ക്വസ്റ്റൻസ് വരുന്നതെന്ന് പറയുന്ന ഫാമിലി കോൺസെപ്റ്റ് റിലേറ്റഡ്നെസ് ഇതൊക്കെ പറയുന്നത് ഷോർട്ടർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. ഒരു 15 to 10 മാർക്സിന് വരുന്ന ഒരു ചോദ്യങ്ങളാണ് ഈ ഫാമിലി കോൺസെപ്റ്റ്സും റിലേറ്റഡ്നെസ്സും എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ റെക്കമെൻഡേഷൻ ഹയർ ഫ്രീക്വൻസി ഏരിയാസ് റെക്കമെൻഡേഷൻ ആണ് പറയുന്നത്. ഇതിനകത്ത് ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നത് ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ആണ്. ഹയർ റെക്കറൻസ് വരുന്നുണ്ട്, മാർക്ക് അലോക്കേഷൻസും പ്രയോറിറ്റിയും അതിന് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇനി സ്റ്റഡി ഓഫ് കിൻഷിപ്പ് തിയറീസ് ബൈ ദ കീ സ്കോളേഴ്സ് അതിനകത്ത് ഇറാവതി കാർവേ, ലെവി സ്ട്രാറ്റസ് അതേപോലെ ജാനിയറ്റ് കാർസ്റ്റൻ ഇവരുടെയൊക്കെ തിയറീസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു പോയിക്കുക. കാരണം ഇവരുടെയൊക്കെ തിയറീസ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇനി പ്രിപ്പയർ ഫോർ ദ അനലിറ്റിക്കൽ ക്വസ്റ്റൻസും കേസ് സ്റ്റഡി ക്വസ്റ്റൻസും നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്സ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഇന്റർപ്രേ ബിറ്റ്വീൻ കാസ്റ്റ്, കിൻഷിപ്പ്, മോഡേൺ ഇൻഫ്ലുവൻസസ് ലൈക്ക് ടെക്നോളജി ഇതുപോലുള്ള ക്വസ്റ്റൻസിന്റെ അനലിറ്റിക്കൽ ടൈപ്പ് ആയിട്ട് എഴുതാനാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത് PSOC 109ന്റെ സോഷ്യോളജി ഓഫ് കിൻഷിപ്പിന്റെ. ഇതിനകത്ത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനകത്ത് വരുന്ന അണ്ടർസ്റ്റാൻഡിംഗ് കിൻഷിപ്പ് സ്റ്റഡീസ് ഇതിനകത്ത് കീ തിയറീസ് ഓഫ് ഇറാവതി കാർവേ ആൻഡ് MN ശ്രീനിവാസ് ഫ്രീക്വന്റ്ലി അപ്പിയേഴ്സ് ഇൻ ദ പാസ്റ്റ് എക്സാം. കാരണം ഒരു പാസ്റ്റ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. കാരണം കീ ഏരിയ നമ്മൾ കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണിത്. അതേപോലെ തന്നെ അപ്രോച്ചസ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് ഡിസെന്റ് അപ്രോച്ച് ക്രിട്ടിക്സ് ഓഫ് ഡിസെന്റ് തിയറി മോഡറേറ്റ് എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ ഇന്ത്യ കിൻഷിപ്പ് വേരിയേഷൻസ് ഇൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ്. ഹൈ റെക്കറൻസ് ടോപ്പിക് ആണ് കിൻഷിപ്പ് വേരിയേഷൻസ് അക്രോസ് ദ റീജിയൻസ് അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കാം. ഇനി റീകാസ്റ്റിംഗ് കിൻഷിപ്പിനകത്ത് നോക്കുന്ന സമയത്ത് റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പ് ജാനിയറ്റ് കാർസ്റ്റന്റെ റിലേറ്റഡ്നെസ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. കാരണം അതിന്റെ പാരഡിജംസ് ന്യൂ അക്കാഡമിക് ഡിസ്കോഴ്സ് ഒക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളതും അതിന്റെ റെലവൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ റീകാസ്റ്റിംഗ് കിൻഷിപ്പിന്റെ അതേ യൂണിറ്റിൽ നിന്ന് വരുന്ന അതേ ബ്ലോക്കിൽ നിന്ന് വരുന്നതാണ് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ടെക്നോളജി എങ്ങനെ കിൻഷിപ്പിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതൊരു ലോ പ്രോബിലിറ്റി ഏരിയ വരുന്ന ടോപ്പിക് ആണ്. ഹിസ്റ്റോറിക്കൽ
ഡേറ്റ, എമർജിംഗ് ആയിട്ടുള്ള കണ്ടംപററി കണ്ടക്സ്റ്റ് ഒക്കെ നിങ്ങൾ വേണം അതിനകത്ത് എഴുതാനായിട്ടുള്ളത്. ഇനി ടോപ്പിക് പ്രൊഡക്റ്റബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ഓഫ് BSOC 109ന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ നോക്കുന്ന സമയത്ത് ഹൈ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസ് എംഫസൈസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എമർജിംഗ് പാറ്റേൺസ് നമ്മൾ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നമ്മൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ നോക്കുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കിൻഷിപ്പ് സ്റ്റഡീസ്, അതിനകത്ത് ഫോക്കസ് ഓൺ ദ തിയറിസ്റ്റ് ലൈക്ക് ഇറാവതി കാർവെ, MN ശ്രീനിവാസ്, കാരണം റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്, ഫൗണ്ടേഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയാസ് ആണിത്. ഇനി ക്രോസ് കൾച്ചറൽ വേരിയേഷൻ എടുക്കുന്ന സമയത്ത് ക്രോസ് കൾച്ചറൽ വേരിയേഷൻ ഇൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ നന്നായിട്ട് പഠിക്കുക. ഇനി മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകൾ നോക്കുന്ന സമയത്ത് ഡിസെന്റ് അപ്രോച്ച് ആൻഡ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും പഠിക്കാം. പിന്നെ റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പ് നോക്കുന്ന സമയത്ത് അതിന്റെ പാരഡിജംസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിക്കുക. അതേപോലെ തന്നെ ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി NRT. അതിന്റെ ഇൻക്രീസിങ് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് സൊസൈറ്റിയിൽ, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ ഇതൊരു ലോ പ്രോബിലിറ്റി ഏരിയ ആണ്. ടോപ്പിക്കും അതിന്റെ കണ്ടക്സ്റ്റും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻ ആണ്. ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകൾ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ലോ പ്രോബിലിറ്റി ടോപ്പിക്സുകൾക്ക് മിനിമം ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് അതും കൂടെ പഠിക്കാം. ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ലേൺ വൈസ് നിങ്ങൾക്ക് തരുന്നത്. കാരണം മെന്റർഷിപ്പ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് മെന്റേഴ്സിന് എഴുതി കാണിക്കാവുന്നതാണ്. Predictive question paper of December term and examination 2024 BSOC 109 Sociology of Kinship. Time allocated 3 hours. Maximum mark 100. Note 5 questions carries 20 marks and you should answer about 400 words each. So the first question is discuss Iravati Karve contribution to the understanding kinship system in India. Second question, explain the concept of marriage and discuss its types with the relevant examples. Third question, compare the kinship system of North and South India, focusing on the terminologies and marriage rules. Fourth question, analyze the relationship between the caste and kinship, providing the examples from the Indian society. Fifth question, discuss Janet Karsten concept of relatedness and its implication for the kinship studies. Sixth question, explain the significance of the feminist contribution to the kinship studies, focusing on the Leela Dubé and Marilyn Starton. Seventh question, evaluate the impact of new reproductive technologies on traditional kinship systems. Eighth question, how are live-in relationship and same-sex families redefining the family structures in contemporary India? So I hope you understand the section. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിനേഷൻ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.